പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി പ്രകോപനമുണ്ടായാൽ ശക്തമായ ഇന്ത്യ തിരിച്ചടി നൽകും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ സംയമനം ഉണ്ടാകില്ല. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ ഭൂപടം തന്നെ മാറുമെന്നും കരസേന മേധാവി മുന്നറിയിപ്പ് നൽകുന്നു. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി അടക്കം പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയിരുന്നു. ഇപ്പോൾ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും അത്തരത്തിലുള്ള ഒരു താക്കീത് തന്നെയാണ് നൽകിയത്. പ്രകോപനമുണ്ടായാൽ ശക്തമായ ഭാഷയിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്താണ് കരസേന മന്ത്രാലയത്തിന്റെ പുതിയ വിശദീകരണക്കുറിപ്പ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. ഇതൊരു വിശദീകരണക്കുറിപ്പല്ല. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി തന്നെയാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരം കാര്യം പങ്കുവച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികരെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു ഇന്ത്യയുടെ ഉപേന്ദ്ര ദ്വിവേദി ഇത്തരം ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനിയിപ്പോൾ നിയന്ത്രണമില്ലാത്ത രീതിയിൽ നിയന്ത്രണ രേഖയിൽ വലിയ രീതിയിലുള്ള പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായ മറുപടി ഇന്ത്യ നൽകുമെന്നും പാകിസ്ഥാന്റെ ഭൂപടം തന്നെ മാറ്റേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും സമാനമായ രീതിയിൽ ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ മേധാവി അതോടൊപ്പം തന്നെ നാവികസേനാ മേധാവി അടക്കമുള്ളവർ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വീണ്ടും ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ വലിയ തരത്തിലുള്ള സന്നാഹത്തിന് ഒരുക്കം കൂട്ടുന്നു എന്നുള്ള വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം വന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായിട്ട് ഈ സർക്യൂട്ട് മേഖലയടക്കം അവർ ഇപ്പോൾ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അതിൽ കൃത്യമായിട്ട് തന്നെയാണ് ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ മറുപടി നൽകിയത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വ്യോമസേനാ മേധാവിയും ഒരു കാര്യം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ 5 F-16 വിമാനങ്ങൾ ഇന്ത്യ തകർത്തെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് വലിയ വിജയമുണ്ടായെന്നും 3 സേനയുടെ സംയുക്തമായിട്ടുള്ള ഒരു വിജയമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി ഇന്നിപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തെയും ഏതൊരു പ്രകോപനത്തെയും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കാണിച്ച സംയമനം ഉണ്ടാകില്ല എന്നും കൃത്യമായ രീതിയിൽ ശക്തമായ മറുപടി അത് ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിലൊക്കെ ഇപ്പോഴും വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലും മറ്റും ഒക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണല്ലോ സജു. അപ്പോൾ ഇന്ത്യ ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് പ്രധാനമായിട്ടും ഈ POK മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വലിയ സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഘർഷത്തിൽ 12ലധികം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതുമായിട്ട് തന്നെ ഇന്ത്യ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നമ്മുടെ അതിർത്തി മേഖലയിലൊക്കെ നൽകിയിരിക്കുകയാണ്. കർശനമായിട്ടുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭരണകൂടമാണ് ഈ POKയിലെ ഭരണം കൈയാളുന്നത്. അത്തരത്തിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ അതിർത്തി മേഖലയിലേക്കും സമാനമായ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും അതുപോലെ മുൻകരുതലും എടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തെയും കൃത്യമായ രീതിയിൽ ഇന്ത്യ ചെറുത്തു നിൽക്കുമെന്നും അതിന് പാകിസ്ഥാൻ മുതിരുകയാണെങ്കിൽ യാതൊരു സംയമനവും ഇല്ലാതെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുമെന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ സേനാ മേധാവിമാർ വ്യക്തമാക്കിയിരുന്നത്. അത് ഇപ്പോൾ അജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നിൽ കാണുന്നത് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യം തന്നെയാണ്. പാക് അധിനിവേശ കശ്മീരിൽ ഉണ്ടായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും ജനകീയ പ്രശ്നങ്ങളും അത് വ്യാപിക്കാനുള്ള സാധ്യത ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി ഇന്ത്യ സജ്ജമാണ് എന്നുള്ള മുന്നറിയിപ്പും കൂടിയാണ് ഇന്ത്യയുടെ മന്ത്രിമാരും അതുപോലെ സേനാ മേധാവിമാരും നൽകുന്നത്. ശരി സജു.